ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഭൂതത്താൻകെട്ട് ഡാമിലേക്ക് പോയ ഒരു കുഞ്ഞു ട്രാവൽ വ്ലോഗാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും പോയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. സോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കാണ് അവിടെ എത്തുന്നത്. ഏകദേശം ഒരു 1:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടാവണം. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 20 റുപ്പീസ് എന്തോ ആണ് പെർ പേഴ്സണേ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇപ്പോൾ അകത്തേക്ക് പാർക്കിലേക്ക് നടക്കുവാണ്. നല്ല വെയിലാണ്. പിന്നെ നമ്മുടെ കയ്യിലെ വെള്ളവും കുടയും എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മരങ്ങളൊക്കെ ഉള്ള കാരണം കുറച്ച് തണലുണ്ട് കേട്ടോ രണ്ട് സൈഡിലും. നല്ല കാറ്റുണ്ടായിരുന്നു. ചൂടാണെങ്കിലും നമുക്ക് ആ ഒരു മരങ്ങളും ചെടികളൊക്കെ നിൽക്കുന്ന കാരണം നല്ലൊരു കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ആ ചൂടിൻ്റെ ആ ഒരു ഇത് നമുക്കത്ര ഫീൽ ചെയ്തില്ല. പിന്നെ നടക്കാനൊക്കെ നല്ല രസമായിട്ട് തോന്നി. നമ്മൾ നേരെ പോകുന്നത് ചിൽഡ്രൻസിൻ്റെ പാർക്കിലേക്കാണ്. പാർക്ക് ലക്ഷ്യം വെച്ചാണ് കുഞ്ഞ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ കൈയും പിടിച്ച് പാർക്കിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അവൾക്ക് ഊഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഊഞ്ഞാല എന്ന് പറഞ്ഞിട്ടാണ് ഈ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഊഞ്ഞാലയിൽ കയറാം, എല്ലാത്തിലും കയറാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ താഴെയും മുകളിലും എല്ലായിടത്തും ഇങ്ങനെ ചെയേഴ്സൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് പ്രായമായ ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ അവരിപ്പോൾ നടന്ന് ക്ഷീണിക്കുവാണെങ്കിൽ ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ ചെയേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നീളത്തിലുള്ള ചെയേഴ്സ്. പിന്നെ ഉച്ചനേരം ആയ കാരണം എല്ലാം വേക്കൻ്റായിട്ട് കിടക്കുമായിരുന്നു. തിരക്കും കുറവായിരുന്നു. നട്ടുച്ചയ്ക്കൊന്നും എന്തായാലും ആൾക്കാർ പിള്ളേരെയും കൊണ്ടൊന്നും വരില്ലല്ലോ. അപ്പോൾ നമ്മളെന്താ ഈ സമയത്ത് വന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു നേരത്ത് തിരക്കും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ റൈഡിലും കയറാനും പറ്റും. അത് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പാർക്കിൻ്റെ അവിടേക്ക് പോവുകയാണ്. അവിടെ എല്ലാ തരത്തിലുള്ള റൈഡുകളും ഉണ്ട്. ഊഞ്ഞാലുണ്ട്, സീസോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഊഞ്ഞാൽ പോലെ തന്നെ ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് താഴോട്ട് ഇങ്ങനെ ആവില്ലേ, അങ്ങനത്തെ സംഭവം. അപ്പോൾ ഇത് ഒരു റൗണ്ടിലൊരു സംഭവമാണ് കേട്ടോ, ഊഞ്ഞാൽ പോലത്തെ. അപ്പോൾ ഇത് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിലാണ് നമ്മൾ ഫസ്റ്റ് കയറ്റിയപ്പോൾ അതിൽ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരം അതിലിരുന്ന് അവൾ ഭയങ്കര കളിയായിരുന്നു. എല്ലാത്തിനും കുറച്ച് നേരമൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ. പക്ഷെ ഇത് വലിയ കുഴപ്പമില്ല. നമുക്ക് ഇത്രയും സേഫായിട്ട് പിള്ളേരെ ഇരുത്താൻ പറ്റും. കാരണം അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പോലത്തെ സംഭവമുണ്ട്. അപ്പോൾ അത് കാരണം നമുക്കിങ്ങനെ സേഫായിട്ട് ഇരുത്താൻ പറ്റും. അതിലിരുന്ന് ആടി കുറേ നേരം കാഴ്ചയൊക്കെ കണ്ട് പാട്ടൊക്കെ പാടി കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഇനി ഊഞ്ഞാലയിലായിട്ടോ. ഊഞ്ഞാലയിൽ ശരിക്കും അവളങ്ങനെ ഇരിക്കാറായിട്ടില്ല. കുഞ്ഞിത്തിരും കൂടെ ആവണം. 2 വയസ്സാവുന്നേ ഉള്ളൂ. ഉള്ള കാല് ശരിക്കും നിലത്ത് മുട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 4 to 5 ഇയറുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം അവർക്ക് ഇരിക്കാൻ പറ്റുമായിരിക്കണം. അവർക്കൊക്കെ കറക്റ്റായിരിക്കും ആ ഒരു ഹൈറ്റും ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്ന ലെങ്ത്തും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്. 80 റുപ്പീസായിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ ഒരു ചമ്മന്തി, പിന്നെ എരിശ്ശേരി, പയറുമത്തങ്ങയും, പിന്നെ ക്യാബേജ് തോരൻ, അച്ചാർ, പപ്പടം, പിന്നെ സാമ്പാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന് വീണ്ടും റൈഡിലോട്ടാണ് കേട്ടോ കയറിയത് കുഞ്ഞിനെയും കൊണ്ട്. അവൾക്കാണെങ്കിൽ ഈ ഡക്കിൻ്റെ റൈഡ് ഭയങ്കര ഇഷ്ടമാണ്. ഏത് പാർക്കിൽ പോയാലും താറാന്ന് പറഞ്ഞ് താറാവിൻ്റെ റൈഡിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ റൈഡിൽ കുറേ നേരം ഇരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ റൈഡിനേക്കാളും ഊഞ്ഞാലയിലും പിന്നെ ഈ ഒരു താറാവിൻ്റെ റൈഡിലും കയറിയിരിക്കാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം ആൾക്ക്. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അറിയാം ആൾക്കാരും കുറവാണ്. ഉച്ച നേരമല്ലേ, ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ തിരക്കും കുറവാണ്. പിന്നെ ഈ റൈഡിൻ്റെ സൈഡിലൊന്നും വലിയ വെയിലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ റൈഡിൽ കയറുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡാം കാണാനായിട്ട് ഇവിടെ പാർക്കിൽ നിന്നാൽ ഡാമിൻ്റെ ബാക്ക് സൈഡല്ല, ഒരു വെള്ളം പോകുന്നതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ അത് കാണാനായിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആ ഡാമിൻ്റെ ഭാഗത്തേക്ക് വെള്ളം വീഴുന്ന സ്ഥലമൊക്കെ നല്ല രസമാണ് കേട്ടോ. അവിടെ ഇങ്ങനെ
എന്താ പറയുക, നമ്മൾ ആ സൈഡിലൊക്കെ ഇരിക്കുവാണെങ്കിൽ കാറ്റ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. നമ്മളെ കണ്ണിങ്ങനെ അറിയാതെ ഇങ്ങനെ അടഞ്ഞു പോകും, നമുക്കിങ്ങനെ ഉറക്കം വരും. അപ്പോൾ കുഞ്ഞും ഹസ്ബൻഡ് ഇങ്ങനെ പോവാണ്. അത് വീഡിയോയിൽ എത്ര മാത്രം വിസിബിളാണെന്ന് എനിക്കറിയാൻ പറ്റില്ല കേട്ടോ. കാരണം നല്ല കാറ്റുണ്ട്. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക തരം കാറ്റായിരുന്നു. അപ്പോൾ ഒത്തിരി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാർ കേട്ടോ. അപ്പോൾ ഇതാണ് ഡാമിൽ നിന്നുള്ള വെള്ളം പോകുന്ന വ്യൂ. ആ ഒരു വ്യൂ ആണിട്ടത്. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് കുറച്ച് നേരം നമ്മൾ ആ കാഴ്ചയൊക്കെ കണ്ട് അവിടെ നിന്നു. വെള്ളം കുറവാണ്. നമ്മളങ്ങ് ദൂരത്തേക്ക് നോക്കുവാണെങ്കിൽ ഈ പാറക്കല്ലും ഇതൊക്കെ കാണാമായിരുന്നു, പാറയും. കാരണം വേനലാണല്ലോ. പക്ഷെ എനിക്കെന്തായാലും ഈ ഒരു പ്ലേസ് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്, നല്ല കാറ്റുണ്ട്, നല്ല കാം ആൻഡ് ക്വയറ്റ്. അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വീണ്ടും എൻ്റെ കുഞ്ഞിന് അടുത്ത റൈഡിൽ കയറണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും നെക്സ്റ്റ് റൈഡിലോട്ട് കയറിയിട്ടു. ആളൊരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കില്ല, ഓട്ടപ്പാച്ചിലാണ്. അറിയാലോ, ഈ ഒരു പ്രായത്തിലുള്ള പിള്ളേരെല്ലാം ഓൾമോസ്റ്റ് ഇങ്ങനെ ആയിരിക്കും. പക്ഷേ ഇത് കുഴപ്പമില്ല. ഒരു 5-10 ഇയേഴ്സ് ഉള്ള പിള്ളേർക്ക് വരെ കയറി നിൽക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഈ ഒരു സംഭവം എനിക്കും ഇഷ്ടപ്പെട്ടു. അതിൽ കുറേ നേരം ഇങ്ങനെ കറക്കി നമുക്ക് തന്നെ ഇങ്ങനെ തല കറങ്ങുന്ന പോലെ ഇങ്ങനെ തോന്നും, വട്ടം കറങ്ങുന്നത് കേട്ടോ. അതിലൊത്തിരി നേരം കയറി നിന്നൊക്കെ കഴിഞ്ഞ് അവൾ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല, അവൾക്ക് ഭയങ്കര ഇഷ്ടമായി കുഞ്ഞിന്. കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ ഡാമിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലെ പ്ലേസിലോട്ട് തന്നെ വീണ്ടും വന്നു കേട്ടോ. അവിടെ നല്ല രസമാണ്. കുഞ്ഞ് ഒത്തിരി നേരം അവൾ അവിടെ ഇങ്ങനെ ഓടിക്കളി തന്നെയായിരുന്നു. കാറ്റുണ്ട്, പക്ഷെ ആൾ കേൾക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഇലയ്ക്ക് ഇങ്ങനെ വീണ ചവറിലിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ സൗണ്ടൊക്കെ കേൾക്കുമായിരുന്നു. പിന്നെ നല്ല കാറ്റും അല്ലേ, അപ്പോൾ നല്ലൊരു ക്ലൈമറ്റായിരുന്നു. എല്ലാവരുമായിട്ടും ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു പ്ലേസ് പോലെ തോന്നി. കുഞ്ഞ് എന്ത് ചെയ്തിട്ട് അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല. സൂക്ഷിച്ച് നോക്കിയ വീഡിയോയിൽ ഓരോ ഇല വെച്ച് ഇങ്ങനെ വന്ന് വീഴുന്ന കാണാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അവിടെ ഒരു പൂള് പോലത്തെ ഒരു സംഭവമുണ്ട്. അവിടെ ഇപ്പോൾ വെള്ളമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് പോരാലോ എന്ന് വിചാരിച്ചാണ്. അത് ഈ ഡാമിൻ്റെ പ്ലേസിൻ്റെ അങ്ങോട്ട് പോകുന്ന സൈഡിൽ തന്നെ ആയിട്ടാണ്. അവിടെ ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്ത കാരണം വറ്റി വരണ്ട് അങ്ങ് കിടക്കുവാണ് കേട്ടോ. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് കാണാമായിരുന്നു. വാട്ടർ കൊണ്ട് ഇങ്ങനെ ഓരോ ഡിസൈനിൽ ഇങ്ങനെ വെള്ളമൊക്കെ വരില്ലേ, ഓരോ മോഡലിൽ. ഇപ്പോൾ വെള്ളമില്ലാത്ത കാരണം അവരതൊന്നും ആ ഒരു പൈപ്പൊന്നും വർക്കിംഗ് അല്ല എന്ന് തോന്നുന്നു. ഒരു മത്സ്യകന്യകനെയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ആ പൂളിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഗാർഡനാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ആയിട്ടാണ് ആ ഒരു പൂള് വരുന്നത്. അപ്പോൾ കുഞ്ഞും ഹസ്ബൻഡും വീണ്ടും ഓരോ റൈഡിൽ, ഇത് ഊഞ്ഞാലാണ് കേട്ടോ. ഈ ഊഞ്ഞാല എനിക്കും ഭയങ്കര ഇഷ്ടമായി. വലിയ ആൾക്കാർക്കും കയറാം കേട്ടോ. ഞാനും ഹസ്ബൻഡൊക്കെ ഒത്തിരി നേരം ഇരുന്ന് ആടിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നമ്മളപ്പോൾ വീണ്ടും ആ ഒരു പൂളിൻ്റെ സൈഡിലേക്ക് പോവാണ്. ഞാനവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് വീണ്ടും ഓരോ റൈഡിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ ഓടിപ്പാഞ്ഞിങ്ങനെ നടക്കുവാണ് കേട്ടോ. അപ്പം നമ്മൾ നേരെ ആ പൂളിൻ്റെ സൈഡിലേക്ക് പോവാണ്. അവിടെ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളി. എനിക്ക് തോന്നുന്നു മഴക്കാലത്ത് വന്നാൽ കുറച്ചും കൂടെ രസമായിരിക്കും കാണാൻ. പക്ഷെ അപ്പോൾ മഴക്കാലത്ത് വന്നാൽ ഈ റൈഡിലൊക്കെ കയറാൻ പറ്റും. ആകെ ഈ മഴയൊക്കെ നനഞ്ഞ് ചെളിയൊക്കെ ആയിട്ട് ഇരിക്കുമായിരിക്കുമല്ലോ. കണ്ടോ, ഒരു മത്സ്യകന്യകനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ മഴക്കാലത്ത് കുറേ വെള്ളവും ചിലപ്പോൾ വല്ല മീനൊക്കെ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. ഐ ഗസ് അതൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ഒന്ന് ആ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു തരാം ഞാൻ. അതായത് ഡാമിൻ്റെ പുറകുവശമാണ് ഈ പാർക്കിൻ്റെ ഇവിടെ കാണുന്നത്. അവിടേക്ക് നമുക്ക് ഒന്നുകൂടെ പോയിട്ട് വരാം. കണ്ടോ, അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. പുറത്തേക്ക് പോവാണ്. ഡാം കാണാനായിട്ട് നമ്മൾ പോവാണ്. അപ്പോഴേക്കും അടുത്തായിരുന്നു. അത്യാവശ്യം നടന്നു, എൻജോയ് ചെയ്തു, എല്ലാ റൈഡിലും കയറി.
ഓൾമോസ്റ്റ് ഒരു ഫൺ ഡേ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ ഒരു 1 ടൈം വിസിറ്റിനൊക്കെ കൊള്ളാം കേട്ടോ. ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് വെച്ച് വരരുത്. പിന്നെ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ മീൻസ് നമുക്ക് എല്ലാ റൈഡിലും എല്ലാത്തിലും കയറുവാനായിട്ട് അടിപൊളിയാണ്. ഒത്തിരി റൈഡ്സ് ഉണ്ട് അവിടെ. നമ്മൾ തിരിച്ചു പോന്നപ്പോഴാണ് ഇത് കണ്ടോ, കുഞ്ഞ് വേറൊരു റൈഡിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ അതിൽ കയറിയത്. ഇതും അടിപൊളിയാണ് കേട്ടോ, നല്ല രസമാണ്. പിന്നെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ തിരക്ക് കുറവാണല്ലോ, അതുകൊണ്ട് നമുക്ക് എല്ലാത്തിലും കയറാൻ പറ്റി. അത് കഴിഞ്ഞപ്പോഴാണ് എന്ത് കണ്ടോ, ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്തു. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അവൾ ഭയങ്കര ഐസ്ക്രീമിൻ്റെ ആളാണ്. അപ്പോൾ ഇത് നമ്മൾ പുറത്തിറങ്ങിയിട്ടാണ് കേട്ടോ ഐസ്ക്രീം വാങ്ങിച്ചത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ, അതായത് ഈ പാർക്കിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ നമ്മൾ കയറുമ്പോൾ അവിടെ 2 ഐസ്ക്രീം വണ്ടി നിൽക്കുന്നുണ്ട്. 2 തോന്നുന്നു. അപ്പോൾ കുറേ ഫ്ലേവേഴ്സ് ഐസ്ക്രീമൊക്കെ ഉണ്ട് ആ ചേട്ടൻ്റെ കയ്യിൽ. അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഡാം കാണാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. കുഞ്ഞാണെങ്കിൽ ഐസ്ക്രീം നല്ല പോളിംഗ് ആണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഞാൻ മൊത്തത്തിൽ ഈ പാർക്കിൻ്റെ ഓവർവ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്തൊക്കെ റൈഡുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ളൊരു ഓവർവ്യൂ. കണ്ടോ, നല്ല രസമല്ലേ. നല്ല വെയിലുള്ള ടൈമാണ്, പക്ഷെ എന്നാലും ഒത്തിരി റൈഡ്സും ഉണ്ട്. കണ്ടോ, ആളും കുറവാണ്. ഞങ്ങൾ തിരിച്ചു പോരുന്ന ടൈമായിരുന്നപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, തിരിച്ച് പോരുന്ന ടൈമായിരുന്നപ്പോൾ. ഇതാണ് ഭൂതത്താൻകെട്ട് ഡാം. ശരിക്കും ഭൂതം കെട്ടിയ ഡാം എന്ന് പറഞ്ഞാൽ അത് ഡാമല്ല, ഈ പാറക്കല്ല് കൊണ്ടെന്തോ കെട്ടിയൊരു സംഭവം. അവിടെ ഇങ്ങനെ ഡാമൊന്നുമില്ല. പക്ഷേ ഇതാണ് ശരിക്കും ഭൂതത്താൻകെട്ട് ഡാം, പുതിയ ഡാം. ഒരു ഷട്ടർ ചെറുതായിട്ട് എന്തോ തുറന്നിട്ടുള്ളൂ, പക്ഷേ അതിൽ നിന്ന് വെള്ളം വരുന്ന ആ ഒരു ഫോഴ്സ് കണ്ടിട്ടാണെങ്കിൽ അയ്യോ, ഞാൻ ഒരു പ്രാവശ്യമേ നോക്കിയുള്ളൂ. എനിക്ക് ആ ഒരു ഫോഴ്സ് കണ്ടിട്ട് എന്തോ പോലെയായിരുന്നു. കാരണം വെള്ളം ഇങ്ങനെ വരുന്ന കണ്ടിട്ടേ എന്തോ ഒരു പേടിയൊക്കെ പോലെ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ലൊരു വ്യൂ പോയിൻ്റാണ് അവിടെ. പക്ഷേ വെള്ളത്തിൻ്റെ ആ ഒരു ഫോഴ്സ് ഒരു രക്ഷയില്ല. കൂടുതൽ ആൾക്കാർ ഈ ഡാമിൻ്റെ അവിടേക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ കുട്ടികളുള്ളവർ മാത്രമേ ഇങ്ങനെ ചിൽഡ്രൻസ് പാർക്കിലോട്ടൊക്കെ കയറുള്ളൂ. കണ്ടോ, ഇതാണ് ആ വെള്ളം വരുന്ന ഫോഴ്സ്. നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. കുറച്ചെന്തോ ഷട്ടർ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ, പക്ഷേ നല്ല ഫോഴ്സ് ഉണ്ട്. അങ്ങനെ ഡാമൊക്കെ കണ്ട് നമ്മളപ്പോൾ പുതിയ പാലത്തിൽ കൂടെ കയറി നമ്മൾ നേരെ ഡാമിൻ്റെ പുറകിലത്തെ സൈഡിൽ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വേണം നമുക്ക് പഴയ ഭൂതത്താൻകെട്ട് ഡാമിലോട്ട് പോകാൻ. ഇവിടെ നിന്ന് പോകണമെങ്കിൽ 700 മീറ്റർ എന്തോ നടക്കാനുണ്ട്. അതും കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെ വേണം പോകാനായിട്ട്. കാടിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആന ഉണ്ടാവാം, ചിലപ്പോൾ വല്ല പാമ്പുണ്ടാവാം. അത്ര സേഫല്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഈ ഡാം ഉണ്ടല്ലോ, കുഞ്ഞിനെ കൊണ്ട് അത്രയും ദൂരം നടക്കാനൊന്നും വയ്യ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. ഈ പാലത്തിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഈ ഡാം കാണാൻ പറ്റും കേട്ടോ. ഇത് ആക്ച്വലി ബസ് റൂട്ടാണ്. ഭൂതത്താൻകെട്ട് വഴി എനിക്ക് ആ പ്ലേസ് അറിയില്ല, അവിടേക്ക് പോകുന്ന ബസ് റൂട്ടാണ്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഈ വഴി കൂടെ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഡാമും ഇവിടുത്തെ സ്ഥലങ്ങളും ഭംഗിയും ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാമല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.